നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെയും ജീവന്റെയും വിവാഹം മുടക്കാൻ വേണ്ടി ശ്രമിച്ചത് ഈ ശിവാനന്ദൻ തന്നെയല്ലേ? കല്യാണ മണ്ഡപത്തിൽ വിളിച്ചുകൂട്ടിയ ആളുകൾക്ക് മുൻപില് നിന്റെ കുടുംബത്തെയും ഈ കുടുംബത്തെ അപമാനിച്ചത് ഈ ശിവാനന്ദൻ തന്നെയല്ലേ? അമ്മ ഒട്ടും സുഖമില്ലാന്ന് പറഞ്ഞതുകൊണ്ട് അവര് തമ്മിൽ ബന്ധം വെട്ടിമുറിച്ച് സംസാരിച്ചതിന് നീയും സാക്ഷിയല്ലേ? ശിവാനന്ദനെ കാണാൻ പോകുന്നത് ഈ വീട്ടിൽ ആർക്കും ഇഷ്ടപ്പെടില്ലെന്ന് അറിയില്ലേ? എന്നിട്ട് എന്തിനാ പോയത്? കാര്യറിയുമ്പോ അമ്മയോട് ക്ഷമിക്കുന്ന എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോ മറ്റുള്ളവർക്കൊക്കെ സ്വന്തം അഭിമാനത്തെ കുറിച്ച് ചിന്തിക്കാം, ഞാൻ ചിന്തിക്കാൻ പാടില്ല അല്ലേ? ശിവാനന്ദനോടും കുടുംബത്തോടും എന്റെ ജീവിതത്തിൽ ഞാൻ പൊറുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇതുപോലെ തന്നിഷ്ടം കാണിച്ച് ജീവിക്കാനാണെങ്കിൽ കാര്യങ്ങളൊക്കെ എനിക്ക് മാറ്റി ചിന്തിക്കേണ്ടി വരും. അമ്മേനെ എത്ര വേണമെങ്കിലും ശിക്ഷിച്ചോളൂ. ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് ഒരാപത്ത് വരുമ്പോ അതിനു മുൻപുള്ള സകല വൈരാഗ്യങ്ങളും മറന്നു കളയണമെന്ന് അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതേ ചെയ്തോളൂ. എന്നെ ശിക്ഷിച്ചോളൂ അമ്മ. ചെറിയച്ഛന് വയ്യെന്ന് ഈ കുടുംബത്തിൽ മോളാണോ ആദ്യം അറിഞ്ഞത്? അതെ. എന്നാ സാറേ ഒന്ന് വിളിച്ച് ചോദിക്കും, എന്നോട് ആദ്യം പറഞ്ഞിരുന്നു. സാറ എന്നോട് പറഞ്ഞിരുന്നു, മോളോട് പറയാൻ അമ്മയാണ് സാറയോട് പറഞ്ഞത്. ഇക്കാര്യം കേട്ട് ജീവനോ രഘുവേട്ടനോ ദേഷ്യം വരണ്ടെന്ന് കരുതിയ എല്ലാം രഹസ്യമായിരുന്നോട്ടെ എന്ന് ഞാൻ കരുതിയത്. അതിനിങ്ങനെ കരഞ്ഞ് കാലു പിടിക്കുകയൊക്കെ ചെയ്ത ഞാൻ എന്താ ചെയ്യ? അത് ശരി. അപ്പോ എല്ലാം അമ്മ അറിഞ്ഞോണ്ടായിരുന്നല്ലേ? അമ്മയെല്ലാം ക്ഷമിച്ചോ? ഇനി മുതല് എന്റെ മോൾക്ക് ഇഷ്ടമില്ലാത്തത് എന്തും എനിക്കും ഇഷ്ടമില്ലാത്തതാണ്. ഇവൾക്ക് ഇഷ്ടമുള്ളത് എന്തും എനിക്കും ഇഷ്ടമുള്ളതായിരിക്കും. അടുത്ത ജന്മത്തില് നീ എന്റെ മകളായി തന്നെ ജനിക്കണം. വേണ്ട, അമ്മയുടെ മോളായിട്ട് ജനിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. മോളായി ജനിച്ചാല് അമ്മയെ വിട്ടു പോവേണ്ടി വരില്ലേ? എനിക്ക് അടുത്ത ജന്മവും അമ്മയുടെ മരുമകൾ തന്നെ ആവണം. ഒരിക്കലും അമ്മയെ പിരിയാതിരിക്കാൻ. അങ്ങനെ ആ പ്രശ്നം അവസാനിച്ചു. എന്റെ നിത്തേച്ചി, ഇങ്ങനെ എന്റെ അമ്മയെ കീഴടക്കാൻ വേറെ ആരെ കൊണ്ട് പറ്റില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.